കാരണം ശക്തിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മനോഹരമായ രാത്രിയുടെ നിശബ്ദതയ്ക്കായി മുത്തവനായ ദൈവത്തിന് സ്തുതിക്കും വാഴ്ത്തും ചെയ്യുന്നു. ദൈവരാജ്യ വിസ്തൃതിക്ക് അധ്വാനിക്കുന്ന അഭിഷക്തന്മാരെ കർത്തൃദാസന്മാർക്കും നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം നൽകുന്നു. ഈ രാത്രി നിങ്ങളുടെ മധ്യയായിരിക്കാൻ കർത്താവിൻ്റെ വിലയേറിയ അവസരമായ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗീതമായ പല സൂക്ഷികളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ക്ലാസ്സിൽ പതിവായി താമസിച്ചു വരുന്ന ഒരു കൊച്ചനോട് ഒരു ദിവസം താമസിച്ചു വന്നപ്പോൾ പറഞ്ഞു, എന്നെ ഇന്ന് ശിക്ഷിക്കാൻ പോയാൽ നിനക്കുള്ള ശിക്ഷ നീ തന്നെ പറയണമെന്ന് പറഞ്ഞു. നീ താമസിച്ചാൽ ഉടനെ അവൻ പറഞ്ഞു, എൻ്റെ ശിക്ഷ ഞാൻ പറയുന്നു, 1 മണിക്കൂറിനെ നേരത്തെ വിടണം. ദൈവദാസനിക്ക് താമസിച്ച് പ്രസംഗിക്കാൻ നിന്നിട്ട് പറഞ്ഞു നേരത്തെ നിർത്തണമെന്ന്. പക്ഷെ സെക്രട്ടറി എന്നോട് വന്ന് പറഞ്ഞു ആത്മനടത്തിൽ പോലും പോകണമെന്ന്. ഇന്ന് ആത്മനടത്തിൽ പോലും പോകും. കാരണം ബാംഗ്ലൂരിൽ ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ടാണ് ഈ യോഗത്തിന് വന്നത്. ഈ രാത്രി സന്തോഷമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തിയ ശക്തിയോടെ ദൈവത്തെ സ്ഥാപിച്ചു. മത്തായി സുവിശേഷം 24-ാം അധ്യായം 32-33 വാക്യങ്ങൾ ശബ്ദം ഉയർത്തി വായിക്കാം. മത്തായി സുവിശേഷം 24-ാം അധ്യായം 32-33 വാക്യങ്ങൾ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുക്കൽ വാദത്തിൽ തന്നെ ആയിരിക്കുന്നു അറിഞ്ഞുകൊള്ളി. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടുത്തെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഈ വായിച്ചു ചെയ്ത ഭാഗത്തോട് രാത്രി കൂടി ആത്മാവിനോട് സംസാരിക്കാൻ പോയാൽ സ്തോത്രം. അവിടെ നിങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കാൻ പോയാൽ സ്തോത്രം. അവിടുത്തെ കരങ്ങളെ സ്പർശിക്കാൻ പോയാൽ സ്തോത്രം. പ്രാർത്ഥന നന്ദിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തിയ ശക്തിയോട് ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിലെ അതിപ്രധാനമായ വസ്തുത, നഷ്ടപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് യേശുക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടെടുപ്പ് എന്തായിരിക്കുമ്പോൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവാണ്. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമെന്നൊരു 7 സാക്ഷി തെളിവുകൾ വിശുദ്ധ ബൈബിളുണ്ട്. പഴയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, പുതിയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, ദൈവസഭയുടെ സാക്ഷ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം, കർത്തൃമേശയുടെ സാക്ഷ്യം, സ്വർഗ്ഗദൂതന്മാരുടെ സാക്ഷ്യം, യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം. കർത്താവായ യേശുക്രിസ്തു പോഷ്കു പറയാൻ ആവശ്യമില്ലാത്ത കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. അനവധി മഹാരഥന്മാരുടെ മരിച്ചു മൺമറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവരാരും പറയാത്തൊരു വാചകം പറഞ്ഞിട്ട് പോയത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹിറ്റ്ലർ പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന്, മുസോളിനി പറഞ്ഞില്ല, കാർൽ മാർക്സ് പറഞ്ഞില്ല, ലെനിൻ പറഞ്ഞില്ല, എംഗൽസ് പറഞ്ഞില്ല, സഞ്ജയ്ജി പറഞ്ഞില്ല, ഗാന്ധിജി പറഞ്ഞില്ല, നെഹ്റുജി പറഞ്ഞില്ല, ഇന്ദിരാജി പറഞ്ഞില്ല, മുഹമ്മദ് നബി പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞവൻ യേശു മാത്രമെന്ന് പറയുവാൻ തൻ്റെ ഇടമുള്ളവൻ ശക്തിയോടെ ദൈവത്തെ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ സംഭവിക്കേണ്ട 96 അടയാളങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 96 അടയാളങ്ങളെ ബൈബിൾ 4 തിരിക്കുന്നു. 1 പ്രാപഞ്ചിക ലക്ഷണങ്ങൾ, 2 യഹൂദിയ ലക്ഷണങ്ങൾ, 3 മാർഗീയ ലക്ഷണങ്ങൾ, 4 ജാതീയ ലക്ഷണങ്ങൾ. അതായത് യേശുക്രിസ്തുവിന്റെ വരവെടുക്കുമ്പോൾ യഹൂദജാതിയുടെ അവസ്ഥ എന്തായിരിക്കും, ജാതീയ മണ്ഡലത്തിന്റെ അവസ്ഥ എന്തായിരിക്കും, ദൈവസഭയുടെ അവസ്ഥ എന്തായിരിക്കും, ഇവയെല്ലാം ഒന്നിച്ചു പഠിച്ചാൽ നമ്മുടെ ഭർത്താവ് അടുക്കൽ വാദത്തിൽ തന്നെയായിരിക്കും. ഇന്ന് രാത്രി നിങ്ങളുമായി 10 നിമിഷം ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്, യേശു കർത്താവിന്റെ വരവെടുക്കുമ്പോൾ സഭയുടെ അവസ്ഥ എങ്ങനായിരിക്കും? മിക്കവാറും ഇങ്ങനായിരിക്കും. ഞങ്ങൾ പറയണ ഒരു സ്തോത്രം പറയണമെങ്കിൽ 4 കാര്യങ്ങൾ പ്രധാനമായി വിശുദ്ധ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. 1, മത്തായി സുവിശേഷം 24-ാം അധ്യായം 12-ാം വാക്യം, അധർമ്മം പെരുകുന്നതുകൊണ്ട് പലരുടെയും സ്നേഹം തണുത്തു പോകും. ഒരു സ്തോത്ര ശക്തിയോടെന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ നമുക്ക് നോക്കിയിരിക്കൂ, തൻ്റെ 2 ദൈവമക്കൾ തമ്മിൽ കാണുവാൻ കൊതിയായിരുന്നു, കൊതി.
തമ്മിൽ കണ്ടാൽ അവരെ വേർപെടുത്തുവാനും പാടായിരുന്നു. അവർ തമ്മിൽ കാണുമ്പോൾ പറയുന്നൊരു പദമുണ്ടായിരുന്നു. ചായ വന്നേട്ടെ, ചായ ചായ വന്നേ. തമ്മിൽ കണ്ടാൽ വേർപെടുത്താൻ പാടായിരുന്നു. ഒരു തമ്മിൽ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ കൊടുക്കുമായിരുന്നു. രണ്ട് വാചകം പറയുമായിരുന്നു. ഒരാൾ പറയും മാറാനാഥ, മാറി നിൽക്കണമെന്നല്ല. അപ്പോൾ മറ്റേ ആൾ പറയും മാറാനാഥ, അനാഥമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് വരുന്നു, അവനെ സ്നേഹിക്കാത്തവനും ശപിക്കപ്പെട്ടവൻ. ഈ ഹോളിൽ വന്ന സകല ദൈവമക്കളെ കരമുയർത്തിപ്പറ, നമ്മുടെ കർത്താവ് വരുന്നു. ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ദൈവദാസന്മാർക്ക് കാറും ബൈക്കും ഒക്കെ ആയി. തമ്മിൽ കാണാനും കെട്ടിപ്പിടിക്കാനും ഒന്നും നേരമില്ല. ഇപ്പൊ കാറേലും ബൈക്കേലും ഇരുന്ന ഇന്നിങ്ങോട്ട് കാണില്ല. ഇങ്ങനെ കാണിച്ചാൽ ഡ്രൈവിംഗ് പഠിച്ചവൻ അറിയാം, സ്റ്റോപ്പ്, അവിടെ നിൽക്കണമെങ്കിൽ അടുക്കരുത്. അധർമ്മം പെരുകുന്നുണ്ട്, പലരുടെയും സ്നേഹം തുടങ്ങും. 7 പൊന്നിനോടൊപ്പുള്ള നടുവിൽ വെള്ള നിലയങ്കി ധരിച്ചുകൊണ്ട് സഭയുടെ നടുവിലൂടെ കർത്താവ് ഉലാവിക്കൊണ്ടിരുന്നു. വെളിപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോഴോ ഞാൻ വാതിൽക്കൽ നിന്ന് ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവരെന്നോടും ഞാനോടും കൂടെ ആധാരം കഴിക്കും. സഭയുടെ നടുവിലുലാവിയ യേശു സഭയ്ക്ക് പുറത്തുപോയി. കമ്മിറ്റി മീറ്റിംഗിന്റെ ബഹളത്തിൽ, ജനറൽ ബോഡിയുടെ ഉന്തിലും തള്ളിലും, ബോട്ടുപിടുത്തത്തിന്റെ ബഹളത്തിൽ തമ്പുരാൻ പുറത്തുപോയത് ഇന്നത്തെ സഭകൾ അറിയുന്നില്ല. അകത്ത് പാട്ടിനും പാട്ടിനും കുഴപ്പമില്ല, പുറപ്പാടുണ്ട്. 4ാം തലമുറ പുറപ്പാടിന്റെ നാളമായപ്പോൾ ഭൗതികം കൊണ്ട് മൂടി മിസ്രൈമിലെത്തിയ ജനം തങ്ങൾ പരദേശികളെന്ന് മറന്ന് കൂടാരക്കുറ്റി അടിച്ചടിച്ച് താക്കാൻ തുടങ്ങിയപ്പോൾ തമ്പുരാൻ യോസഫിനെ അറിയാത്തൊരു ഭഗവാനെ കൽപ്പിച്ചു. അടി തുടങ്ങിയപ്പോൾ അവർ പാടാൻ തുടങ്ങി, എന്റെ ദേശം ഇവിടെയല്ല, ഞങ്ങളുടെ പരദേശവാസിയാണ്. നീ അമേരിക്കയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും ഇറ്റലിയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും നീ ഇവിടെ പരദേശിയാണെന്ന് മറക്കരുത്. നീ എപ്പോൾ അത് മറക്കുമോ, അപ്പോൾ തമ്പുരാൻ നിന്നെ ഇവിടുത്തുകാരനല്ല ഓർപ്പിക്കാൻ ചില കാറ്റയും. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ശക്തിയോടെ ദൈവത്തിന് ഫലം. അവരിടം വിട്ടു ശരീരവേദനായി, അവരിടം വിട്ടു ശരീരവേദനായി. ഞാൻ വീടോടടുക്കുന്നേ. ഞാനിവിടെ യാത്രികരാണ്. ഈ കാണുന്നതെല്ലാം ഒരു സ്വപ്നതുല്യമാണ്. ഈ പാട്ടൊക്കെ പാടാൻ പോലും ചിലർക്ക് പേടിയാ. സ്വതന്ത്രം നമ്മുടെ മരണത്തെ കുറിച്ച് വല്ല ചിന്തിക്കാതെ പോകാൻ അത് പറഞ്ഞപ്പോൾ ഇവിടെ സ്വർഗത്തിൽ മൗനതയല്ലേ. നമ്മൾ ആരെയും പെട്ടിപ്പറകെ ഇങ്ങനെ കിടക്കുന്നതോ അതൊന്നും ആരും പ്രസംഗിക്കത്തില്ല, കേൾക്കാൻ ഇഷ്ടമല്ല. ചുറ്റും കൂടിയിരുന്ന സമയാന്തരത്തിൽ പാടുന്ന നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ?